എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം നമുക്ക് ഇനിയും ഇതിന് മുമ്പ് ആക്ച്വലി വേണ്ടിയിരുന്നതാണ് പ്രോബബിലിറ്റിയെക്കുറിച്ചും സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ചിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റിയിലെ ഒരു പ്രോബ്ലത്തെ നമ്മൾ സ്റ്റഡി ചെയ്യണം. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആവശ്യമായി വരുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുപാടാവുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഓരോ സിംഗിൾ പാർട്ടിക്കിളിനും ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്ത് പഠിക്കുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ടും മാത്രമല്ല, പ്രായോഗികതയുടെ മാത്രം പ്രശ്നമല്ല, നമുക്കതിന് ആവശ്യമില്ലാത്തതുകൊണ്ടും. നമുക്ക് വേണ്ടുന്നത് പലപ്പോഴും അതിൻ്റെ ഒരു ആവറേജ് വാല്യൂസ്, അതായത് ഒരു ഗ്യാസ് കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് എക്സാക്ട്ലി ഓരോന്നും എങ്ങനെ മൂവ് ചെയ്യുന്നു എനിക്കറിയണ്ട, പക്ഷേ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണെന്ന് എനിക്കറിയണം. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽ മൂവ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഓരോന്നും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് അറിയണ്ട എന്നുള്ള അവസ്ഥയും എന്നാൽ ഓവറോൾ പ്രോപ്പർട്ടിയെക്കുറിച്ച് ധാരണയും വേണ്ടുന്ന സമയത്താണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉണ്ടായി വരുന്നത്. ഓക്കെ, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് നമുക്ക് പ്രോബബിലിറ്റി, ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുപാടുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് പ്രോബബിലിറ്റിയും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം പ്രോബബിലിറ്റി എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ എടുത്ത് നിങ്ങൾ 2 തവണ ടോസ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ 2 തവണ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെഡ് ഒരു ടെയില് എന്ന് കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 2 എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടല്ല കോയിൻ ടോസ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി P(H) = ½ എന്ന് പറയുന്നത് 2 തവണ ചെയ്ത് നോക്കിയിട്ടല്ല. ഇത് 10 തവണ ആകുമ്പോൾ നമുക്കൊരു പക്ഷേ 7-3 എന്ന് നമുക്ക് കിട്ടിയേക്കാം. ഇത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ 10 തവണ കോയിൻ ചെയ്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ 5 എണ്ണം ഹെഡും 5 എണ്ണം ടെയിലും പ്രതീക്ഷിക്കാൻ പാടില്ല, അങ്ങനെ കിട്ടില്ല. പക്ഷെ എപ്പോഴാണ് നമുക്ക് ഈ പ്രോബബിലിറ്റി ഹാഫിലേക്ക് അപ്രോച്ച് ചെയ്യുക? നമ്മൾ ഈ പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടോസിങ് എന്ത് ചെയ്യുക, ഒരു വെരി ലാർജ് നമ്പർ ആക്കുക. സം തൗസൻഡ്സിൻ്റെ ഓർഡറിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സം 498 സംതിങ് ഹെഡും ദെൻ 502 ടെയിലുമായി, ഇത്രയും ഹെഡും ഇത്രയും ടെയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ്ലി എത്രയിലേക്ക് എത്തുകയാണ്? ഹാഫിലേക്ക് എത്തുകയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഇൻഫിനിറ്റിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴാണ്, അത്രയ്ക്ക് വലിയ വാല്യൂയിലേക്ക് എത്തുന്ന സമയത്താണ് പ്രോബബിലിറ്റി എക്സാക്ട്ലി നമുക്ക് ഹാഫ് എന്ന് പറയാൻ പറ്റുക. അപ്പം ഈ ഒരു അപ്പം ഇങ്ങനെ നമുക്ക് ഇത് 2 രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാം. ഒന്നുകിൽ 1 ആഫ്റ്റർ ദ അതർ നമ്മൾ 1000 തവണ ടോസ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1000 ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള കോയിൻസും അത് ടോസ് ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഒരേപോലെ അതേ എക്സ്പെരിമെൻറ്റ്സിനെ ചെയ്യുക. അങ്ങനെ ഐഡൻറ്റിക്കലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ആ എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ എൻസെമ്പിൾ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തുണ്ട്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒരുപാടുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫിക് ആവറേജ് വാല്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ഇന്ന അവസ്ഥയിൽ കാണാനുള്ള, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവുന്നപ്പോഴാണ്. വെൻ ദർ ആർ എ നമ്പർ ഓഫ് ട്രയൽസ്, അല്ലെങ്കിൽ നമുക്ക് ഈ കേസിൽ ഒരു വെരി ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഉള്ള കേസിലാണ് നമുക്കതിന് പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ അതാണ് പ്രോബബിലിറ്റിയുടെ പ്രാധാന്യം ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പ്രോബബിലിറ്റിയെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ ബേസിക്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലമാണ് റാൻഡം വാക്ക് പ്രോബ്ലം. റാൻഡം വാക്ക് പ്രോബ്ലം ഇതിനേക്കാൾ സുപരിചിതമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് റാൻഡം വാക്ക് പ്രോബ്ലം നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ആയിട്ട് നമ്മൾ ഇതിനെ വേറൊരു രീതിയിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ റാൻഡം വാക്ക് പ്രോബ്ലം എന്ന് എടുക്കാം, കാരണം അങ്ങനെ എടുക്കാനൊരു റീസൺ കൂടിയുണ്ട്. ഈ റാൻഡം വാക്ക് പ്രോബ്ലത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ വേറെ ചില പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് ഇതിൻ്റെ എൻഡിൽ നമുക്ക് പറയാം. അപ്പം എന്താണ് റാൻഡം വാക്ക് പ്രോബ്ലം ബേസിക്കലി എന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെയാണ് കോയിൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് റോഡ് ഉണ്ട്, ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് വിചാരിക്കുക. ഒരു പാത്ത് ഉണ്ട്, അവിടെ ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ലാമ്പ് പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്, ഹീസ് എ ഡ്രങ്കാർഡ്. അയാൾ കുടിച്ച് ഫിറ്റായിരിക്കാൻ. അപ്പം അതായത് ഒരു ഡ്രങ്കാർഡാണ്, ഒരു കുടിയനാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ, ഇയാൾക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. അതായത് ഒന്നുകിൽ ഇയാൾക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം, can move to the right or to the left. ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. ആൻഡ് ഓരോ സ്റ്റെപ്പും അയാൾ വെക്കുന്നത് L സ്റ്റെപ്പ് ലെങ്ത്തിലാണ്. അപ്പം ഓരോ സ്റ്റെപ്പുകളും L വീതമായിരിക്കും, ലെഫ്റ്റിലേക്കും L വീതം സ്റ്റെപ്പുകൾ വയ്ക്കും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ അയാൾ സ്റ്റെപ്പ് വെച്ച് പോവുകയാണ്. ഈ പോകുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഇയാളുടെ ഓരോ സ്റ്റെപ്പുകളും ഇൻഡിപെൻഡൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇയാൾ ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റിലേക്ക് വെച്ചു എന്ന് വിചാരിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് അയാൾ വെക്കാൻ പോകുമ്പോൾ തൊട്ടു മുമ്പുള്ള സ്റ്റെപ്പ് എങ്ങോട്ട് വെച്ചു എന്നതിനെക്കുറിച്ച് അയാൾക്ക് യാതൊരു ധാരണയില്ല. ദാറ്റ് മീൻസ് ഒരു സ്റ്റെപ്പ് അയാൾ വെക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് തൊട്ട് മുമ്പാലത്തെ സ്റ്റെപ്പിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഈച്ച് സ്റ്റെപ്പ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അതിനൊരു പ്രാധാന്യമുണ്ട്, അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് ഓരോ സ്റ്റെപ്പുകളും എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഒരു കാര്യം കൂടി പറയുന്നു, ഇയാൾ റൈറ്റിലേക്ക് സ്റ്റെപ്പ് വെക്കാനുള്ള പ്രോബബിലിറ്റി, റൈറ്റിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി പിയും ലെഫ്റ്റിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ക്യൂ. അതായത് അയാളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്, അതായത് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് ലെഫ്റ്റിലേക്ക് സ്റ്റെപ്പ് വെക്കാനുള്ള പ്രോബബിലിറ്റി ക്യൂ എന്നും റൈറ്റിലേക്ക് സ്റ്റെപ്പ് വെക്കാനുള്ള പ്രോബബിലിറ്റി പി എന്നുമാണ്. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ നമുക്ക് ക്യൂവിനെ 1 മൈനസ് പി എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അയാൾ കുറേയധികം സ്റ്റെപ്പുകൾ എടുക്കുകയാണ്. അങ്ങനെ കുറേയധികം സ്റ്റെപ്പുകൾ എടുത്ത് ആഫ്റ്റർ സം n steps, ഓക്കെ, n can be a large number, 100 steps or 1000 steps or something. അങ്ങനെ n steps എടുത്തു കഴിഞ്ഞാൽ അയാളെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ കാണാനുള്ള പ്രോബബിലിറ്റി, ഇയാൾ n സ്റ്റെപ്പുകൾ എടുത്താൽ, ടോട്ടൽ n സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് n സ്റ്റെപ്പ് അയാൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്താനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ n സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇവിടെ എത്തുന്നല്ല, ഇവിടെ കാണാനുള്ള പ്രോബബിലിറ്റി എത്ര, സംവെയർ ഓവർ ഹിയർ കാണാനുള്ള പ്രോബബിലിറ്റി എത്ര, ഇവിടെ വരാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ ഓരോ സ്ഥലത്തും അയാളെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ആഫ്റ്റർ n സ്റ്റെപ്സ് എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, സപ്പോസ് ഹീ ഈസ് ടേക്കിംഗ് ടോട്ടൽ n സ്റ്റെപ്സ് ആൻഡ് അതിൽ n1 സ്റ്റെപ്സ് എന്ന് പറയുന്നത് റൈറ്റിലേക്കാണെന്നും അതിൽ n2 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്കാണെന്നും വിചാരിക്കും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് n1 പ്ലസ് n2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഓക്കെ, അപ്പം ടോട്ടൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്, അത് n1 ആൻഡ് n2. അപ്പം ഇതിൽ n1 സ്റ്റെപ്സ് അയക്ക് റൈറ്റിലേക്ക് പോകാം, n2 സ്റ്റെപ്സ് ലെഫ്റ്റിലേക്ക് പോകാം. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. സപ്പോസ് 3 സ്റ്റെപ്പാണെന്ന് വിചാരിക്കുക, അയാൾ ആകെ എടുക്കുന്നത് 3 സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പിൽ സപ്പോസ് n ഈക്വൽ ടു 3 ആൻഡ് അതിൽ n1 ഈസ് ഈക്വൽ ടു 1 എന്നും n2 ഈസ് ഈക്വൽ ടു 3 ആണെന്ന് സപ്പോസ് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റിലേക്കും അടുത്ത 3 ലെഫ്റ്റിലേക്കും എന്ന് മീനിങ് ഇല്ല. അങ്ങനെ തന്നെ ആവണം എന്നില്ല. അയാൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റിലേക്ക് വയ്ക്കാം, സെക്കൻഡ് സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് വയ്ക്കാം, ദെൻ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വയ്ക്കാം, ഫസ്റ്റ് സ്റ്റെപ്പ് ലെഫ്റ്റിലേക്ക് വയ്ക്കാം, അടുത്ത റൈറ്റിലേക്ക് വയ്ക്കാം. സോ ആ ചോയ്സ് നമുക്ക് പ്രശ്നമല്ല. നമ്മളിവിടെ പറയുന്ന n1 ആൻഡ് n2 എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടുവേർഡ്സ് ദ റൈറ്റ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇയാൾ എവിടെ ആയിരിക്കും നോക്കും. അപ്പം ഒരു സ്റ്റെപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഇനി നമ്മളിതിനെ പ്രോബ്ലത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സ്ട്രീറ്റിനെ നമ്മളങ്ങ് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദിസ് ഈസ് അവർ എക്സ് ആക്സിസ്. അപ്പോൾ റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസുകളെല്ലാം അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റുകളെല്ലാം ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നും ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നും വിചാരിക്കും. അപ്പോൾ അപ്പം ആകെയുള്ള n സ്റ്റെപ്സിൽ അയാൾ n1 റൈറ്റിലേക്കും n2 ലെഫ്റ്റിലേക്കും എടുത്തു എന്ന് വിചാരിക്കാം. ഇയാളുടെ ഇപ്പോഴത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും? അപ്പം നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം n1 സ്റ്റെപ്സ് അയാൾ റൈറ്റിലേക്ക് പോയിന്നുണ്ടെങ്കിൽ അയാൾ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് n1 ഇൻറ്റു L ആയിരിക്കും. ഓക്കെ, ദെൻ ലെഫ്റ്റിലേക്ക് വന്നത് എത്രയാണ്? ലെഫ്റ്റിലേക്ക് വന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് n2 ആണ്. ദാറ്റ് ഈസ് n2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ മൈനസ് n2 ഇൻറ്റു L. സോ ദാറ്റ് ഈസ് n1 മൈനസ് n2 ഇൻറ്റു L എന്ന് എനിക്ക് എഴുതാം. വേർ n1 മൈനസ് n2 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ആയിരിക്കും. ദാറ്റ് ഈസ് m. അതിനെ നമ്മൾ m എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം ആക്ച്വലി നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ദാറ്റ് m ഇൻറ്റു L ആയിരിക്കും അയാളുടെ കറണ്ട് പൊസിഷൻ. അപ്പം ഇനി ഈ പ്രോബ്ലം കോയിൻ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി ആണ് ചിന്തിക്കേണ്ടത്. ഇത് ഒരു റാൻഡം വാക്കർ അല്ല, ദർ ഈസ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാൻഡം വാക്കേഴ്സ് ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒരു 1000 ഇതേലത്തെ കേസുകളുണ്ടെന്ന് വിചാരിക്കുക, എൻസെമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 1000 എണ്ണം ഉണ്ടെങ്കിൽ അതിനകത്ത് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറയുന്നു? അയാളോട് നടക്കാൻ പറയുന്നു. നടന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് ഓരോരുത്തരുടെയും പൊസിഷൻ അനലൈസ് ചെയ്യുന്നു. അപ്പം ആകെ ഉള്ളതിൽ 10 പേരെ ഇവിടെ കണ്ടെങ്കിൽ 10/1000 ആണ് ഇവിടെ വരാനുള്ള പ്രോബബിലിറ്റി. എന്നിട്ട് അതേ ആ 1000 പേരെ അനലൈസ് ചെയ്തപ്പോൾ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കുക, 100/1000 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റിയെക്കുറിച്ച് അവിടെ പറയാം.
ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എം കിട്ടാനുള്ള പ്രോബിലിറ്റി. കാരണം എം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഓക്കെ, സോ നമ്മൾ ഈ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓർ റീച്ചിങ് എ പർട്ടിക്കുലർ പൊസിഷൻ എം ആഫ്റ്റർ എൻ സ്റ്റെപ്സ്. ഓക്കെ, എൻ സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എവിടെ വേണമെങ്കിലും വരാം. ആ വരുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എമ്മിൽ എത്താൻ ഉള്ള പ്രോബബിലിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ഈ എമ്മിൻ്റെ വാല്യൂവിന് ഒരു റേഞ്ച് ഉണ്ട്. ഈ എമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം വിൽ ബി ഇൻ ബിറ്റ്വീൻ എൻ മൈനസ് എൻ ആൻഡ് പ്ലസ് എൻ. ഓക്കെ, അതായത് മൈനസ് എന്നിനും പ്ലസ്, അതായത് അയാൾ കംപ്ലീറ്റ് സ്റ്റെപ്സും റൈറ്റിലേക്കാണ് പോയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് എൻ ആയിരിക്കും. അതേപോലെ കംപ്ലീറ്റ് സ്റ്റെപ്സും ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈനസ് എൻ ആയിരിക്കും അയാൾക്ക് ഉണ്ടാകുന്ന വാല്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പി എൻ ഓഫ് എം കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. പി എൻ ഓഫ് എം, അതായത് ആഫ്റ്റർ ആൻ എൻ സ്റ്റെപ്സ് എം എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് എം എന്ന് പറയുന്ന ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, എം ഇൻറ്റു എൽ ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ എൽ യൂണിറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമ്മിനെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തീരുമാനിക്കുന്ന എം ആണ്. അപ്പോൾ ഈ പി എൻ ഓഫ് എം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു പർട്ടിക്കുലർ കേസ് എടുക്കുന്നു. ആ പർട്ടിക്കുലർ കേസ് ഇങ്ങനെയാണ്: ലെറ്റ് എൻ ഈസ് ഈക്വൽ ടു 3. അതായത് ഡ്രങ്കാർഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അയാൾക്ക് മൂവ് ചെയ്യാം. ആ മൂവ് ചെയ്യുന്നതിൽ എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഓക്കെ, എത്ര രീതിയിൽ അയാൾക്ക് മൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഒരു പോസിബിൾ വേ എന്ന് പറയുന്നത് 3 റൈറ്റിലേക്ക്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? N1 N2 ആൻഡ് M. അപ്പം മൂന്നെണ്ണം റൈറ്റിലേക്കാണെങ്കിൽ N1 എന്താണ്? N1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടുവേർഡ്സ് ദ റൈറ്റ് ആണ്. അതായത് റൈറ്റിലേക്ക്, മൂന്നും റൈറ്റിലേക്കാണ്. സോ ദിസ് ഈസ് 3 ആൻഡ് ദിസ് ഈസ് 0. അപ്പം M എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു N1 മൈനസ് N2. ഓക്കെ, കാരണം N1നെ നമ്മൾ റൈറ്റിലേക്ക് എന്ന് വിളിച്ചു, N2 ലെഫ്റ്റിലേക്കുമാണ്. അപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നത്. സോ 3 0. സോ ഇവിടെ M എന്ന് പറയുന്നത് 3 ആണ്. ഇനി വേറൊരു കേസ് എങ്ങനെ എഴുതാം? റൈറ്റ് ലെഫ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതാം. ദെൻ ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതാം. ഈ മൂന്നെണ്ണം നോക്കിയാലും ഇവിടെ നോക്കാം. ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഇതിൽ 2 എണ്ണം റൈറ്റിലേക്ക്, 1 എണ്ണം ലെഫ്റ്റിലേക്ക്. 2 എണ്ണം റൈറ്റിലേക്ക്, 1 എണ്ണം ലെഫ്റ്റിലേക്ക്. ഇവിടെ നോക്കിയാൽ 1 എണ്ണം റൈറ്റിലേക്ക്, 2 എണ്ണം റൈറ്റിലേക്ക്, 1 എണ്ണം ലെഫ്റ്റിലേക്ക്. സോ ദിസ് ഈസ് ഓൾസോ 2 1. ദെൻ ഇവിടെ 2 എണ്ണം റൈറ്റിലേക്ക്, 1 എണ്ണം ലെഫ്റ്റിലേക്ക്. സോ ദിസ് ഈസ് ഓൾസോ 2 1. ഓക്കെ, ഈ 3 കേസിലും ഓക്കെ, അതായത് 2 എണ്ണം റൈറ്റിലേക്കും 1 എണ്ണം ലെഫ്റ്റിലേക്കും വരുന്ന രീതിയിൽ 3 രീതിയിൽ നമുക്ക് സഞ്ചരിക്കാം. അല്ലെങ്കിൽ 3 രീതിയിൽ സഞ്ചരിച്ചാലും നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 മൈനസ് 1 വിച്ച് ഈസ് 1 ആയിരിക്കും. ഓക്കെ, ഈ 3 എണ്ണത്തിനും കോമൺ ആയിട്ട് എം വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പക്ഷെ 3 രീതിയിലാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി 2 എണ്ണം ലെഫ്റ്റിലേക്കും 1 എണ്ണം റൈറ്റിലേക്കും വരാം. ഓക്കെ, 2 ടു ദ ലെഫ്റ്റ്. ദെൻ അടുത്തൊരു കോമ്പിനേഷൻ റൈറ്റ് ലെഫ്റ്റ്, ദെൻ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിയാൽ 2 എണ്ണം ലെഫ്റ്റിലേക്ക്, 1 എണ്ണം റൈറ്റിലേക്ക്. എന്ന് വെച്ചാൽ റൈറ്റിലേക്കുള്ളത് 1, ലെഫ്റ്റിലേക്കുള്ളത് 2. റൈറ്റിലേക്കുള്ളത് 1 2 1 2. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 1 മൈനസ് 2 ഇറ്റ് ഈസ് മൈനസ് 1. ഓക്കെ, ഇനി ഒരു പോസിബിലിറ്റി കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഓൾ ദ സ്റ്റെപ്സ് ആർ ടു ദ ലെഫ്റ്റ്. ദാറ്റ് ഈസ് 0 ആൻഡ് 3 ആൻഡ് ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മൈനസ് 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും രീതിയിലാണ് അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇതാണ് ആകെ പോസിബിൾ ആയിട്ടുള്ള ഈവൻറ്റ്സ്. ഇത്രയും ഈവൻറ്റ്സേ ഉള്ളൂ. അതായത് 8 ഈവൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ 8 ഈവൻറ്റ്സിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എം കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആഫ്റ്റർ നമ്മൾ ഇനി അടുത്ത കോളത്തിൽ എഴുതുന്നത് പി എൻ ഓഫ് എം ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ആഫ്റ്റർ 3 സ്റ്റെപ്സ്
വാട്ട് ഈസ് എം എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ആദ്യത്തെ അപ്പോൾ നമുക്ക് ഈ നൊട്ടേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് എക്സാക്ട്ലി P3 ഓഫ്, കാരണം N 3 ആണ്, P3 ഓഫ് 3 എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 3 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആകെയുള്ള പോസിബിൾ ഈവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇത്രയും 3 എണ്ണം ഉള്ളതിൽ 3 എണ്ണത്തിന് പറ്റുന്നത് 8 രീതികളിലാണ്. അപ്പം 8-ൽ 1 മാത്രമേ, ഓക്കെ, ഔട്ട് ഓഫ് 8 1 മാത്രമേ എന്തുള്ളൂ, ഡിസ്പ്ലേസ്മെൻറ്റ് 3 തരുന്നുള്ളൂ. സോ ഇറ്റ്സ് പ്രോബബിലിറ്റി സിംപ്ലി 1/8. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഒറ്റ മൂവ്മെൻറ്റിലല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എൻസെമ്പിൾ ഓഫ് മൂവ്മെൻറ്റ്സ് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് 1/, ഇപ്പം 1000 ആണെങ്കിൽ 1/8 ഇൻറ്റു 1000 ആൾക്കാർ എവിടെ ഉണ്ടാവും, ഈ പൊസിഷനിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റിൽ ഒന്നിലധികം പേരുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്നിലധികം രീതിയിൽ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് അച്ചീവ് ചെയ്യാമെങ്കിലും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ് എനിക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ P3 ഓഫ് 1 ആണ്. ഓക്കെ, ഈ P3 ഓഫ് 1-ന് 3 രീതിയിൽ മൂവ് ചെയ്യാം. ഓക്കെ, 3 രീതിയിൽ ഔട്ട് ഓഫ് 8 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് 3/8. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ അടുത്തതും P3 ഓഫ് -1, എമ്മിൻ്റെ വാല്യൂ -1, അത് 3 എണ്ണം ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 3/8. ആൻഡ് ഇവിടെ -3 വരാനുള്ളത് P3 ഓഫ് -3 എന്ന് പറയുന്നതും 3/8. ഓക്കെ, സോറി, ഇറ്റ് ഈസ് 1/8 ആണ്. P3 ഓഫ് -3 ഈസ് 1/8, കാരണം ഒരു മൂവ്മെൻറ്റ് മാത്രമേ. അപ്പം ഇങ്ങനെ നമ്മൾ പ്രോബബിലിറ്റീസ് നമുക്ക് ഇങ്ങനെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെൻ n ടെൻസ് ടു ബി ലാർജർ, ഒരു 3 or 4 ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ 2⁴ എണ്ണം എഴുതേണ്ടി വരും. അപ്പോൾ അത്ര എഴുതിയത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എങ്ങനെ ഈ പ്രോബബിലിറ്റിയിലേക്ക് എത്താമെന്ന് നമുക്ക് ആദ്യത്തെ രീതി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ സ്റ്റെപ്പിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി 1/8 ആണ്. സപ്പോസ് ഇവിടുത്തെ P ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു 1/2 എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. അങ്ങനെ എടുത്തിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക. അപ്പം P ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു ഹാഫ് ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 3 കിട്ടണം എന്നുണ്ടെങ്കിൽ കൃത്യമായി ഇയാൾ എങ്ങനെ മൂവ് ചെയ്തേ മതിയാവും, 3 എണ്ണവും റൈറ്റിലേക്ക്. ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. 3 എണ്ണം ഫസ്റ്റ്, സെക്കൻഡ്. ഇത് പ്രോബബിലിറ്റിയിൽ നമ്മൾ ഇതും അത് കഴിഞ്ഞ് ഇതും അടുത്ത ഇതും ഇത് മസ്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തിരിക്കണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റിയിൽ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഇൻറ്റു P ആണ്. ദാറ്റ് ഈസ് ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് P ഇൻറ്റു P 3 എണ്ണം റൈറ്റിലേക്ക് എടുത്തെങ്കിൽ മാത്രമേ കൃത്യമായി M ഈസ് ഈക്വൽ ടു 3-ലെത്തത്തുള്ളൂ. സോ ദിസ് ഈസ് ആക്ച്വലി P ഇൻറ്റു P. നമുക്കറിയാം, ഇത് നോക്കിയാൽ മനസ്സിലാവും. P ഇൻറ്റു P ദാറ്റ് ഈസ് P ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ദ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് 1/8. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ഇവിടെ എങ്ങനെ 3/8 വന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു പർട്ടിക്കുലർ ഈ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ ഇയാൾ മസ്റ്റായിട്ടും എങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടാവണം, ഈ ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. ഈ റൈറ്റിലേക്കുള്ളതിൻ്റെ പ്രോബബിലിറ്റി P ആണ്. റൈറ്റിലേക്ക് വീണ്ടും മൂവ് ചെയ്യണം, അതിൻ്റെ പ്രോബബിലിറ്റി വീണ്ടും P ആണ്. ഇത് ലെഫ്റ്റിലേക്ക്, ദാറ്റ് ഈസ് Q. സോ P ഇൻറ്റു Q ആണ് ഈ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് P ഇൻറ്റു Q. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു P²Q എന്ന് കിട്ടും. പക്ഷേ P²Q കൊണ്ട് ആൻസർ കംപ്ലീറ്റ് ആയില്ല. നമുക്ക് നോക്കാം. കാരണം P²Q കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 1/8 എന്ന് വരുള്ളൂ. അപ്പം നമ്മുടെ ആൻസറുമായിട്ടൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അങ്ങനെയുള്ള, അതായത് P ഇൻറ്റു Q വരുന്ന അല്ലെങ്കിൽ P²Q കോമ്പിനേഷൻ വരുന്ന 3 പേര് ഇവിടെ ഉണ്ട്. അതായത് ഇത് നോക്കിയാലും മനസ്സിലാവും P Q P, ഇത് Q P P. ഇത് 3ൻ്റെയും പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇതെല്ലാം തരുന്നത് P²Q ആണ്. അങ്ങനെ P²Q തരുന്ന 3 എണ്ണം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഓക്കെ, എയ്തർ ദിസ് ഓർ ദിസ്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതിയാവും എത്ര കിട്ടാൻ, ഡിസ്പ്ലേസ്മെൻറ്റ് 1 കിട്ടാൻ. അപ്പം ഇതിനകത്ത് ഔട്ട് ഓഫ് ദിസ് 3 ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി ആഡ് ചെയ്യപ്പെടും. ദാറ്റ് ഈസ് P²Q പ്ലസ് P²Q പ്ലസ് P²Q വിച്ച് ഈസ് ഈക്വൽ ടു 3P²Q. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അത് കിട്ടിയത്. ഇനി അടുത്തതിലേക്ക് വന്നാലും നമുക്ക് മനസ്സിലാവും, ഇവിടെ Q P ദാറ്റ് ഈസ് Q² P ആണ്. അങ്ങനെയുള്ള 3 എണ്ണം, ദാറ്റ് ഈസ്
3 ഇൻറ്റു ക്യൂ സ്ക്വയർ പി. അപ്പോൾ ഇവിടെ 1/2 കൊടുത്താൽ നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലെഫ്റ്റിലേക്കാണ്, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ക്യൂബ്, ഒരെണ്ണം മാത്രമേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ പ്രോബബിലിറ്റീസ് കിട്ടുക. അപ്പോൾ ഈ പ്രോബബിലിറ്റീസിൽ നമുക്ക് ഈ പി സ്ക്വയർ ക്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. എത്ര എണ്ണം റൈറ്റിലേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 2 to the left, 2 to the right, ആ 2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 1 to the left, അതാണ് ഇവിടെ ക്യൂവിൻ്റെ പവറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ 3 എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ വിചാരിക്കാം, ഓക്കെ, N1 സ്റ്റെപ്പ് അയാൾ റൈറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആകെ N സ്റ്റെപ്സ് ഉണ്ട്. അതിനകത്ത് N1 സ്റ്റെപ്സ് റൈറ്റിലേക്കും N2 സ്റ്റെപ്സ് ലെഫ്റ്റിലേക്കും പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P⁻n1 Q⁻n2 ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തെ ഒരു പർട്ടിക്കുലർ ഈവൻറ്റ്, അതായത് പി സ്ക്വയർ ക്യൂ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതാണ് അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഈവൻറ്റ്. അങ്ങനെയുള്ള എത്ര ഈവൻറ്റ്സ് ഉണ്ടാവും എന്നാണ് നമുക്കറിയേണ്ടത്. അതായത് ഈ N1 to the right ആൻഡ് N2 to the left ആയിട്ട് വരുന്ന എത്ര കോമ്പിനേഷൻസ് അതിനകത്തുണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെ ആ പ്രോബ്ലത്തിനെ മാറ്റി എഴുതാം. ആകെ n ടൈപ്പ് ഓഫ് തിങ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. ആ n ടൈപ്പ് ഓഫ് തിങ്സിനെ നിങ്ങൾക്ക് N1 എണ്ണത്തിലെ റൈറ്റിലേക്കും, ഓക്കെ, N1 എണ്ണത്തിനെ റൈറ്റിലേക്കും N2 എണ്ണത്തിനെ ലെഫ്റ്റിലേക്കുമായിട്ട്, ഓക്കെ, N2 എണ്ണത്തിനെ N1നെ റൈറ്റിലേക്കും N2നെ ലെഫ്റ്റിലേക്കുമായിട്ട് എത്ര വേസിൽ, എത്ര കോമ്പിനേഷനിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ കണക്കാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് സിംപ്ലി എന്നിൽ നിന്ന്, ഓക്കെ, N1 റൈറ്റിലേക്കും N2 ലെഫ്റ്റിലേക്കും അറേഞ്ച് ചെയ്യാനുള്ള കോമ്പിനേഷൻ എത്ര എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് NC_N1 ആണ്. N കോമ്പിനേഷൻ N1 ആണ്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ അതിനെ നമ്മളിപ്പോൾ തൽക്കാലം W എന്ന് എഴുതുന്നു. കാരണം നമ്മൾ Pn(m) എന്ന് എഴുതിയത് വേറെയാണ്, നമ്മൾ അത് എമ്മിൻ്റെ ടൈംസിലാണ്. ഇവിടെ നമ്മൾ എഴുതുന്നത് Wn(n1) എന്ന് കൊടുക്കുന്നു. ദാറ്റ് മീൻസ്, അതായത് ഔട്ട് ഓഫ് n സ്റ്റെപ്സ്, ടോട്ടൽ n സ്റ്റെപ്സ്, N1 സ്റ്റെപ്സ് റൈറ്റിലേക്ക് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് NC_N1 ഇൻറ്റു P⁻n1 Q⁻n2 ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ N1 സ്റ്റെപ്സ് റൈറ്റിലേക്ക് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, N1 സ്റ്റെപ്സ് റൈറ്റിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ N2 എന്താണ്, ഫിക്സ്ഡ് ആണ്. അപ്പം N1ഉം N2ഉം നമ്മൾ N-ഉം N1ഉം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി N2ഉം ഫിക്സ്ഡ് ആയി. ദാറ്റ് മീൻസ് M-ഉം ഫിക്സ്ഡ് ആയി. അപ്പോൾ ഈ ഏതെങ്കിലും N(n1) ഓർ N(n2) പറഞ്ഞാൽ മതിയാവും നമുക്ക് എന്ത് കിട്ടാൻ, N1 കിട്ടാൻ, ഓക്കെ, അല്ലെങ്കിൽ M കിട്ടാൻ. അപ്പം Wn(n1) എന്ന് പറയുന്നതും Wn(n2) എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം N1 റൈറ്റിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി N2 ലെഫ്റ്റിലേക്ക് എടുത്തു എന്നാണ് മീനിങ്. ഈ രണ്ട് പ്രോബബിലിറ്റീസ് സെയിം ആയിരിക്കും. ഓർ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മളുടെ Pn(m). കാരണം N1ഉം N2ഉം, N1 റൈറ്റിലേക്ക് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് N അറിയാം, N1 അതിനകത്ത് റൈറ്റിലേക്ക് എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് തന്നെ നമുക്ക് N2 കിട്ടിക്കഴിഞ്ഞു. ദെൻ N1 മൈനസ് N2 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് M കിട്ടും. സോ ദിസ് ഈസ് സെയിം ആസ് ദിസ്. പക്ഷേ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് N1നെ മാറ്റിയിട്ട് എമ്മിൻ്റെ ടൈംസിലേക്കൊക്കെ മാറ്റി എഴുതാൻ പറ്റും. അത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്ന ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇൻ ജനറൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ n സ്റ്റെപ്സ് ഉണ്ട്. അതിൽ N1 റൈറ്റിലേക്ക്, അതായത് ഇങ്ങനെ വിചാരിക്കുക, N1 എണ്ണം റൈറ്റിലേക്ക്, ഇതാണ് റൈറ്റിലേക്ക് പോകുന്നതിൻ്റെ എണ്ണം N1, ആൻഡ് ലെഫ്റ്റിലേക്ക് പോകുന്നതിൻ്റെ എണ്ണം ഇത്രയുമാണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് N2. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ മൂവ്മെൻ്റ് ആണ് അതിനകത്ത്. അപ്പം ഇതെന്ത് വരും, P ഇൻറ്റു P ആൻഡ് ദിസ് ഈസ് Q ഇൻറ്റു Q. ദാറ്റ് മീൻസ് ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് P⁻n1 ഇൻറ്റു Q⁻n2 എന്ന് കിട്ടും. ഇനി ഇതിനെ മൊത്തത്തിൽ ഇതേലത്തെ, അതായത് ഫസ്റ്റ് എല്ലാം റൈറ്റിലേക്കും പിന്നെ എല്ലാം ലെഫ്റ്റിലേക്കും തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ ഓർഡർ എങ്ങനെ വേണമെങ്കിലും മാറാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ n എണ്ണം ഉള്ളതിൽ നിന്ന് N1 റൈറ്റിലേക്കും N2 ലെഫ്റ്റിലേക്കുമായിട്ട്, N1 റൈറ്റിലേക്കും N2 ലെഫ്റ്റിലേക്കുമായിട്ട് എത്ര കോമ്പിനേഷൻസിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദാറ്റ് കോമ്പിനേഷൻ ആസ് NC_N1
അപ്പം അത്രയും രീതിയിൽ മൂവ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റിൽ എത്താൻ പറ്റും. ദെയർഫോർ അതിലേതെങ്കിലും ഒന്ന് മതി. സോ NC_N1 ഇൻറ്റു P⁻N1 Q⁻N2 എന്ന് കിട്ടും. ദിസ് ഈസ് അവർ Wn of N1. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എമ്മിൻ്റെ ടൈംസിലേക്കൊക്കെ ഒന്ന് മാറ്റണം. അത് നമുക്ക് അടുത്ത് നോക്കാം. ഇങ്ങനെയാണ് ലാസ്റ്റ് എഴുതി നിർത്തിയത്. Wn of N1 is equal to NC_N1 into P⁻N1 Q⁻N2. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് നമുക്കിതിനെ Pn of Mലേക്ക് എഴുതാം. അപ്പോൾ Pn of M കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ സെയിം തന്നെയാണ്. പക്ഷേ Pn of M എഴുതുമ്പോൾ ഇതിനകത്ത് എമ്മിൻ്റെ ഫംഗ്ഷനായിട്ട് തന്നെ വരണമല്ലോ, അല്ലെങ്കിൽ എമ്മിൻ്റെ ടൈംസിൽ വരണമല്ലോ. അതുകൊണ്ടുള്ള ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന സെയിം വാല്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാവുന്നത് N ഈസ് ഈക്വൽ ടു N1 പ്ലസ് N2 എന്ന് എനിക്കറിയാം. ആൻഡ് M ഈസ് ഈക്വൽ ടു N1 മൈനസ് N2 എന്ന് എനിക്കറിയാം. സോ N പ്ലസ് M ഈസ് ഈക്വൽ ടു 2N1 എന്ന് എഴുതാം. ആൻഡ് ദെയർഫോർ N1 ഈസ് ഈക്വൽ ടു N പ്ലസ് M ബൈ 2 എന്നും, സിമിലർലി ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ N2 ഈസ് ഈക്വൽ ടു N മൈനസ് M ബൈ 2 എന്നും കിട്ടും. സോ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് N ഇൻറ്റു NC_N1. ഇതിനെ നമുക്ക് ഇനി വേറൊരു പല രീതിയിൽ എഴുതാം. തൽക്കാലം നമുക്ക് NC_N1 തരും. ദാറ്റ് ഈസ് NC_N1 പകരം എനിക്ക് N പ്ലസ് M ബൈ 2 ഇൻറ്റു P⁻N പ്ലസ് M ബൈ 2 ആൻഡ് Q⁻N മൈനസ് M ബൈ 2 എന്ന് എനിക്ക് Pn of Mൻ്റെ എക്സ്പ്രഷൻ. നമ്മൾ വീണ്ടും ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ നമ്മൾ വീണ്ടും എഴുതിയിരിക്കുന്നത് Wn of N1 is equal to some NC_N1 into P⁻N1 into Q⁻N2 എനിക്ക് എങ്ങനെ എഴുതാം? N-N1 എന്ന് എഴുതാം. N-N1 എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ പണ്ട് പഠിച്ചിട്ടുണ്ട്. A+P the whole raised to capital N കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ what we do is to expand it as N is equal to 0 to capital N NC_N into A raised to N B raised to N minus N കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ N എന്ന് പറയുന്ന ഒരു ഡമ്മി ഇൻഡെക്സ് ആണ്. ഈ N-നെ ഞാൻ റീപ്ലേസ് ചെയ്ത് N1 എന്നാക്കുന്നു വിചാരിക്കാം. സോ ആൻഡ് A+B പകരം സപ്പോസ് ദിസ് ഈസ് P+Q ആണെങ്കിൽ ദിസ് റീഡ്സ് ആസ് NC_N1 P⁻N1 Q⁻N minus N1 which is the same as this Wn of N1. അപ്പോൾ ഈ സമ്മേഷൻ അല്ല, അതായത് ബൈനോമിയൽ എക്സ്പാൻഷനിലെ ഒരു പർട്ടിക്കുലർ ടേം ആണ് ആക്ച്വലി ഞാൻ ഈ എഴുതിയിരിക്കുന്ന പ്രോബബിലിറ്റി. സോ ദിസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ആ രീതിയിൽ നമ്മളിത് വേറൊരു രീതിയിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ റാൻഡം വാക്ക് പ്രോബ്ലത്തിൽ നിന്നും നമുക്കിതേ ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് എത്താൻ പറ്റും. ഇതിനകത്ത് 2 ചോയ്സസ് ആണുള്ളത്. എയ്തർ ഇറ്റ് ക്യാൻ മൂവ് ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ്. ദെൻ ഓരോ ചോയ്സുകളും അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റുകളും ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആയിരിക്കണം. അതായത് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം അടുത്ത സ്റ്റെപ്പ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ട്രയലും അടുത്ത ട്രയലും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ റാൻഡം വാക്ക് പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രങ്കാർഡ് മൂവ് ചെയ്യുന്ന പ്രോബ്ലത്തിന് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? ഇതൊരു 1 ഡയമെൻഷണൽ റാൻഡം വാക്ക് പ്രോബ്ലമാണ്. റാൻഡം വാക്ക് പ്രോബ്ലം 1 ഡയമെൻഷണൽ മാത്രം ആവണമെന്നില്ല. ഇയാൾ വേണമെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്നാവാം. അപ്പോൾ ഇങ്ങനെ പല 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 ഡിസ്പ്ലേസ്മെൻറ്റുകൾ. അപ്പോൾ നമുക്കിവിടെ M മാത്രമായിരിക്കില്ല, ഒരു X ഈസ് ഈക്വൽ ടു M L-ഉം Y ഈസ് ഈക്വൽ ടു സം M ഡാഷ് L-ഉം ആവാം. അപ്പോൾ ഇതിൻ്റെ സമ്മായിരിക്കാനുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വിത്ത് ആൻ ഐ ക്യാപ്പ് ഓർ ജെ ക്യാപ്പ്. അപ്പം 2 ഡയമെൻഷനിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അതേപോലെ 3 ഡയമെൻഷനിലൊക്കെ നമുക്ക് റാൻഡം വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഈ റാൻഡം വാക്കുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമ്മൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ കേസിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആകെ ഉള്ള N ഡിസ്പ്ലേസ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ N മൂവ്മെൻറ്റ്സിൽ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് റാൻഡംലി ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, അതായത് കുറേ എണ്ണം റൈറ്റിലേക്കും കുറേ എണ്ണം ലെഫ്റ്റിലേക്കും എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസിൽ, അതായത് റാൻഡം ആയിട്ടുള്ള 2 ഡയമെൻഷനിൽ ആണെങ്കിൽ പോലും അത് റാൻഡമാണ്, റാൻഡം ആയിട്ടുള്ള മൂവ്മെന്റ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അത് എത്താനുള്ള പ്രോബബിലിറ്റി എത്രയാണ്?
ഓക്കെ. അല്ലെങ്കിൽ അതിനകത്തെ മോസ്റ്റ് പ്രോബബിൾ കേസ് ഏതാണ്? നമ്മൾ നേരത്തെ n=3 എടുത്തതിനകത്ത് പ്രോബബിൾ ആയിട്ടുള്ള കേസ് അയാൾ +1 അല്ലെങ്കിൽ -1 ഉണ്ടാവും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് m=+1 അല്ലെങ്കിൽ -1 വരാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതലെന്ന് കണ്ടുപിടിച്ചു. ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് റാൻഡം ഡിസ്പ്ലേസ്മെന്റ്സിന്റെ ഒരു പ്രോബബിലിറ്റി, അല്ലെങ്കിൽ കുറെ റാൻഡം ഡിസ്പ്ലേസ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതൊരു പർട്ടിക്കുലർ സ്ഥലത്തെത്താനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, ഈ പ്രോബബിലിറ്റി മാത്രമല്ല അത് ആവറേജ് അതിന്റെ എത്രയായിരിക്കും തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ്സിനെ ആഡ് ചെയ്യാൻ മാത്രമല്ല. സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു ആറ്റം ഉണ്ട്, ആ ആറ്റത്തിന് ഒരു സ്പിൻ അപ്പ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ സ്പിൻ ഡൗൺ സ്റ്റേറ്റിലോ ഒരു +12 ഒരു -12 ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം ഈക്വൽ പ്രോബബിലിറ്റിയിൽ. അങ്ങനെയാണെങ്കിൽ ഒരു അങ്ങനെയുള്ള n സച്ച് ആറ്റംസ് ഉണ്ടെങ്കിൽ അപ്പം ഇതിന് കറസ്പോണ്ടിങ്ങിൽ ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതേപോലത്തെ n സച്ച് ആറ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആക്ച്വലി ഇതിന്റെ ഇങ്ങനെയാണെങ്കിൽ ആകെ n എണ്ണം ഉണ്ടെങ്കിൽ ഇതിന്റെ ആവറേജ് എത്രയായിരിക്കും. അപ്പം നമുക്ക് ഈ റാൻഡം വാക്ക് പ്രോബ്ലം തന്നെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ റാൻഡം വാക്ക് പ്രോബ്ലത്തിന്റെ ആവറേജ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയ പല ക്വാണ്ടിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മളിനി അടുത്ത പാർട്ട് വീഡിയോയിൽ ചെയ്യുക.